ഈ വീഡിയോയിൽ നമ്മൾ ബാച്ച് കോസ്റ്റിംഗ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബാച്ച് കോസ്റ്റിങ്ങും ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് തന്നെയാണ്. കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ബാച്ച് കോസ്റ്റിംഗ്. ബാച്ച് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഡിഫറെൻ്റ് ആണ് ആസ് കമ്പയർഡ് ടു ജോബ് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിംഗ് നമ്മൾ കണ്ടായിരുന്നു, സ്പെസിഫിക് ഓർഡർ റിസീവ് ചെയ്തതിന് ശേഷം മാത്രം പ്രൊഡക്ഷനിൽ ഏർപ്പെടുന്ന ബിസിനസ് ഓർഗനൈസേഷൻസാണ് ജോബ് കോസ്റ്റിംഗ് എംപ്ലോയ് ചെയ്യുന്നതെന്ന്. ബട്ട് ബാച്ച് കോസ്റ്റിംഗ് ഈസ് എംപ്ലോയ്ഡ് ബൈ some other different forms of organization. നോക്കാം നമുക്ക് ആരാണ് ബാച്ച് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നതെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് സീ വാട്ട്സ് ബാച്ച് കോസ്റ്റിംഗ്. It's a method of costing applied in those concerns where goods are produced in batches and each batch is treated as a cost unit and costs are assigned for each batch. ബാച്ച് കോസ്റ്റിംഗ് സാധാരണ ഈ ഡിമാൻഡ് വരും എന്നുള്ള പ്രതീക്ഷയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസാണ് ബാച്ച് കോസ്റ്റിംഗ് ഫോളോ ചെയ്യാറുള്ളത്. ബാച്ച് കോസ്റ്റിംഗ് ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ബാച്ചിൽ സിമിലർ ഐഡൻറ്റിക്കൽ പ്രോഡക്ട്സ് ഒരുമിച്ച് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസാണ് ബാച്ച് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാറുള്ളത്. ഒരു എക്സാമ്പിൾ പറയാം, ബിസ്ക്കറ്റ് ഫാക്ടറീസ്. ഇപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ്, ഫോർ എക്സാമ്പിൾ നമ്മൾ ബ്രിട്ടാനിയ 50-50 ബിസ്ക്കറ്റ്, ഓരോ ബിസ്ക്കറ്റായിട്ടുള്ള നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് ഒരു ബാച്ച് ഓഫ് ബിസ്ക്കറ്റ് ആയിരിക്കും മാനുഫാക്ചർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ 500 പീസസ് ആയിരിക്കും ഒരു ബാച്ചിൽ എന്ന് വെച്ചോ. അപ്പോൾ 500 സിമിലർ പീസസ് ഒരുമിച്ചിങ്ങ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ആ ബാച്ചിനകത്ത് ആ 500 പീസസും കൂടെ ചേരുന്നതായിരിക്കും ഒരു ബാച്ച്. അപ്പോൾ ആ ബാച്ചിൻ്റെ കോസ്റ്റാണ് കണ്ടുപിടിക്കുന്നത്. അതായത് ഈ 500 പീസസാണ് ഒരു ബാച്ചിൽ, ആ 500 പീസസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് എത്ര ആയിരിക്കും, എന്തൊക്കെയായിരിക്കും കോസ്റ്റ്? മെറ്റീരിയൽ കോസ്റ്റ് വരും, ലേബർ കോസ്റ്റ് വരും, ബാക്കിയുള്ള ഓവർ ഹെഡ്സ്, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് കോസ്റ്റ് ഓഫ് ദാറ്റ് ബാച്ച്. ഇങ്ങനെയുള്ള കമ്പനീസാണ്, അത് സിമിലർ പ്രോഡക്ട്സ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസാണ് സാധാരണ ബാച്ച് കോസ്റ്റിംഗ് വഴി കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാറുള്ളത്. ഓക്കെ, സോ ഇൻ ബാച്ച് കോസ്റ്റിംഗ് ആർട്ടിക്കിൾസ് ഓഫ് സിമിലർ നേച്ചർ ആർ മാനുഫാക്ചർഡ് ഇൻ ഡെഫിനിറ്റ് ബാച്ചസ്. Batch costing is applied in biscuit factories, watch manufacturing industries, TV manufacturing industries. ഇവരൊക്കെയാണ് സാധാരണ ബാച്ച് കോസ്റ്റിംഗ് എംപ്ലോയ് ചെയ്ത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് അവരുടെ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് കണ്ടെത്തുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ നോക്കാം. വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ബാച്ച് കോസ്റ്റിംഗ്? All the units produced in each batch is treated as a cost unit. അതായത് ഞാൻ മുമ്പേ പറഞ്ഞു 500 ബിസ്ക്കറ്റാണ് ഒരു ബാച്ചിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ 500 ചേരുന്ന ആ ഒരു ബാച്ചാണ് ഒരു കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ 500 ബിസ്ക്കറ്റ് ചേരുന്ന ഒരു ബാച്ച്, അതാണ് ഒരു കോസ്റ്റ് യൂണിറ്റ്. ആ ബാച്ചിൻ്റെ കോസ്റ്റ് ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ another feature is each unit produced in each batch is assigned the same batch number. അതായത് നമ്മൾ ഈ 500 ബിസ്ക്കറ്റ് ഒരു ബാച്ചിൽ പ്രൊഡ്യൂസ് ചെയ്ത്, അപ്പോൾ അതിന് എല്ലാം ഇപ്പോൾ 500 ബിസ്ക്കറ്റും കൂടെ ഒരുമിച്ചായിരിക്കുമല്ലോ നമ്മൾ പാക്ക് ചെയ്യുന്നത്. 10 പീസസ് വെച്ച് ഓരോരോ പാക്കറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഓരോ പാക്കറ്റ്സിനും ബാച്ച് നമ്പർ സെയിം ആയിരിക്കും. കാരണം ഈ 500 യൂണിറ്റ്സും ഒരുമിച്ചല്ലേ പ്രൊഡ്യൂസ് ചെയ്ത് വന്നത്, അതിനെല്ലാം കൂടെ ഒരു സെയിം ബാച്ച് നമ്പർ ആയിരിക്കും. പക്ഷേ നമ്മൾ പാക്ക് ചെയ്യുന്നത് 10 പീസസ് ഓഫ് ബിസ്ക്കറ്റ്സ് വെച്ചായിരിക്കും ഒരു പാക്കറ്റിൽ പാക്ക് ചെയ്യുന്നത്. അതിൻ്റെ ബാച്ച് നമ്പർ സെയിം ആയിരിക്കും. അപ്പോൾ എത്ര പാക്സ് വരും? 50 പാക്സ് വരത്തില്ലയോ 10 ബിസ്ക്കറ്റ് വെച്ച്. അപ്പോൾ ഈ 50 പാക്സിനും സെയിം ബാച്ച് നമ്പർ ആയിരിക്കും. അടുത്തെന്ന് പറയുന്നത് എ സെപ്പറേറ്റ് ബാച്ച് കോസ്റ്റ് ഷീറ്റ് ഇസ് പ്രിപ്പയർഡ് ഫോർ ഈച്ച് ബാച്ച് ഓഫ് പ്രോഡക്റ്റ്. ഇതിൻ്റെ കോസ്റ്റ് ഷീറ്റ് എന്തൊക്കെ കാണിക്കുന്നതാണ്? എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. അതായത് ഈ 500 ബിസ്ക്കറ്റ്സ് നമ്മൾ ഒരു ബാച്ചിൽ പ്രൊഡ്യൂസ് ചെയ്ത് 500 ബിസ്ക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് എഴുതി കാണിക്കുന്നതാണ് കോസ്റ്റ് ഷീറ്റ്. അത് മെറ്റീരിയൽ കോസ്റ്റ് എത്ര, ലേബർ കോസ്റ്റ് എത്ര, ബാക്കിയുള്ള ഓവർ ഹെഡ്സ് എത്ര എന്ന്. അപ്പോൾ ഓരോ ബാച്ചിനും ഓരോ കോസ്റ്റ് ഷീറ്റ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ ഡിമാൻഡ് അനുസരിച്ചല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കുറച്ച് അടുത്ത ദിവസങ്ങൾ നമ്മൾ ചിലപ്പം ഡിമാൻഡ് കൂടുമ്പോൾ ഒരു ബാച്ചിൽ 1000 യൂണിറ്റ്സ് വെച്ച് ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ ഡിമാൻഡ് കുറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ബാച്ചിൽ 300 യൂണിറ്റ്സ് വെച്ചായിരിക്കും പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. Another feature is ascertainment of cost per unit is ascertained by dividing the total cost of a batch by the number of units produced in each batch. അതായത് ഒരു ബിസ്ക്കറ്റ്, ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞു ഒരു ബാച്ചിൽ നമ്മൾ 500 ബിസ്ക്കറ്റാണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഈ 500 ബിസ്ക്കറ്റും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമുക്ക് 280 രൂപയാണ് ഇൻകർ ചെയ്തതെന്ന് വെച്ചോ. അതൊരു ബാച്ചിന് 280 രൂപ. 280 രൂപയ്ക്ക് നമ്മൾ എത്ര ബിസ്ക്കറ്റാണ് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത്? 500 ബിസ്ക്കറ്റാണ്. എങ്കിൽ ഒരു പീസ് ഓഫ് ബിസ്ക്കറ്റിന് എത്ര രൂപയാവുമെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 250. ദാറ്റ് ഈസ് ദി കോസ്റ്റ് ഇൻകേർഡ് ഫോർ മാനുഫാക്ചറിങ് 500 ബിസ്ക്കറ്റ്സ് ഡിവൈഡഡ് ബൈ 500. ദെൻ വി വിൽ ഗെറ്റ് കോസ്റ്റ് ഫോർ 1 യൂണിറ്റ്. ഒരു പീസിൻ്റെ നമ്മുടെ കയ്യിലിരിക്കുന്നത് ഒരു ബാച്ചിൻ്റെ കോസ്റ്റാണ്. ഒരു ബാച്ചിൻ്റെ കോസ്റ്റാണ് 250 റുപ്പീസ്. ആ ബാച്ചിനകത്ത് 500 ബിസ്ക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ ഒരു ബിസ്ക്കറ്റിൻ്റെ പ്രൈസ് ചോദിച്ചാൽ 250 ഡിവൈഡഡ് ബൈ 500, ദാറ്റ്സ് ഈക്വൽ ടു 50 പൈസ.
അപ്പോൾ ഇതാണ് ബാച്ച് കോസ്റ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ്. ഇനി അടുത്തത് നമുക്ക് എന്താണ് ഇക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി എന്ന് നോക്കാം. അതായത് ഇതിൽ ഇപ്പോൾ നമ്മൾ ജോബ് കോസ്റ്റിംഗ് നമ്മൾ കണ്ടായിരുന്നു, കോസ്റ്റ് ഓഫ് ദി ജോബൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് മെറ്റീരിയൽ കോസ്റ്റും ലേബർ കോസ്റ്റും ഓവർ ഹെഡ്സും എല്ലാം കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ കോസ്റ്റിൽ അറൈവ് ചെയ്ത് അതിനുശേഷം പ്രോഫിറ്റ് ആഡ് ചെയ്ത് സെല്ലിംഗ് പ്രൈസിലും അറൈവ് ചെയ്ത് ആ രീതിയിലുള്ള പ്രോബ്ലം നമ്മൾ ബാച്ച് കോസ്റ്റിങ്ങിൽ ചെയ്യുന്നില്ല. കാരണം സിലബസിൽ അത് പ്രിസ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മൾ വേറൊരു പോയിൻ്റ് ഉണ്ട് ഈ ബാച്ച് കോസ്റ്റിങ്ങിൽ, ഒരു എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് ഞാൻ മുമ്പേ പറഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞ് 500 ബിസ്ക്കറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ബാച്ചിൽ. അപ്പോൾ ഇത് തീരുമാനിക്കേണ്ടേ, ഈ 500 ബിസ്ക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണോ, അതോ വെദർ വി നീഡ് ടു പ്രൊഡ്യൂസ് 1000 ബിസ്ക്കറ്റ് ഇൻ എ ബാച്ച് ഓർ വെദർ വി നീഡ് ടു പ്രൊഡ്യൂസ് 200 ഓർ 300. ആ ഒരു ക്വാണ്ടിറ്റി ഡിറ്റർമിൻ ചെയ്യണം, എത്ര യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. അതായത് ആവശ്യത്തിൽ ഡിമാൻഡ് ഇല്ലെങ്കിൽ വെറുതെ പ്രൊഡ്യൂസ് ചെയ്ത് വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ പിന്നെ റോ മെറ്റീരിയൽ ഇല്ലെങ്കിൽ ഇപ്പോൾ നമുക്കാകെ 300 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റോ മെറ്റീരിയലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന അന്ന് 500 ബിസ്ക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന്, അതൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതനുസരിച്ചാണ് നമ്മൾ ഈ ഒരു ബാച്ചിൽ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. നിങ്ങൾ ലാസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും എക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി, അതായത് EOQ. ആ ഒരു സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ലെറ്റ്സ് സീ വാട്ട് ഈസ് ദിസ് എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി. അതിൻ്റെ ഷോർട്ട് ഫോം EBQ എന്ന് പറയും. അതായത് ഒരു ബാച്ചിൽ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന്. ഞാൻ മുമ്പേ പറഞ്ഞ എക്സാമ്പിൾ 500 യൂണിറ്റ്സ് അല്ലേ, അത് ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ 500 യൂണിറ്റ്സ്. അത് കൃത്യമായി എത്ര യൂണിറ്റ്സ് എന്ന് കണ്ടുപിടിക്കുന്ന ആ പ്രോസസ്സിനെയാണ് എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി refers to the optimum quantity to be produced in a batch at a point of time so that the setting up cost and carrying cost are optimized so that the cost per unit produced is the lowest. അപ്പോൾ കോസ്റ്റിങ്ങിൻ്റെ ഒരു മെയിൻ പേർപ്പസ് തന്നെ കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും ഒക്കെയാണ്. കോസ്റ്റ് എത്രമാത്രം കുറയ്ക്കാവോ അത്രമാത്രം കുറയ്ക്കണം നമ്മൾ. അപ്പോൾ അതാണ് നമ്മുടെ കോസ്റ്റിങ്ങിൻ്റെ മെയിൻ എയിം തന്നെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. അതായത് എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റിൽ ഈ പ്രോഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. EBQ എന്ന് പറയുന്ന ഒരു ഡിറൈവ്ഡ് ഫോമുലയാണ്, ഡെറിവേഷൻ ഒന്നും കാണിക്കുന്നില്ല, അതിൻ്റെ ഫൈനൽ ഫോമുല മാത്രമേ ഞാനിവിടെ എഴുതിയിട്ടുള്ളൂ. EBQ ഈക്വൽസ് √2AS ഡിവൈഡഡ് ബൈ C. ഇതാണ് ഫോമുല. ഇത് നമ്മുടെ ഈ എക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റിയുടെ ആ സെയിം രീതി തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്താണ് A സ്റ്റാൻഡ്സ് ഫോർ ആനുവൽ ഡിമാൻഡ്. ഈ √2AS ഡിവൈഡ് ബൈ സിയിൽ A സ്റ്റാൻഡ്സ് ഫോർ ആനുവൽ ഡിമാൻഡ്. അത് ഒരു വർഷം നമുക്ക് എത്ര യൂണിറ്റ്സിൻ്റെ ഡിമാൻഡാണ് ഉള്ളത്. ഡിമാൻഡ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഡിമാൻഡ് കുറവും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഡിമാൻഡിൽ കുറവാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഷോർട്ടേജ് വരും. നമ്മുടെ കസ്റ്റമേഴ്സ് വേറെ ഏതെങ്കിലും സപ്ലയറിനെ തേടിപ്പോവും. അപ്പോൾ അതും വരാൻ പാടില്ല. അപ്പോൾ ആനുവൽ ഡിമാൻഡ് എത്രയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക. പിന്നീട് S സ്റ്റാൻഡ്സ് ഫോർ സെറ്റിംഗ് അപ്പ് കോസ്റ്റ് പെർ ബാച്ച്. അതായത് സെറ്റിംഗ് അപ്പ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബാച്ച് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ നേരം ആ ഒരു പ്രാരംഭ കോസ്റ്റ് ഉണ്ട്. ഇത് മെഷീനൊക്കെ സെറ്റപ്പ് ചെയ്ത് വെക്കേണ്ട ആ കോസ്റ്റിനെയാണ് സെറ്റിംഗ് അപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കോസ്റ്റ് എത്രയാണ് ഒരു ബാച്ചിന്, അതാണ് S എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് സെറ്റിംഗ് അപ്പ് കോസ്റ്റിൻ്റെ കാര്യത്തിൽ. സെറ്റിംഗ് അപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ഇൻ നേച്ചറാണ്. ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ഒക്കെ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടല്ലോ. ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലും അപ് ടു എ സർട്ടൺ പോയിൻറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് റിമെയിൻസ് ഫിക്സ്ഡ്. അതായത് നമ്മൾ 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലും ഫിക്സ്ഡ് കോസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ 500 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലും ഫിക്സ്ഡ് കോസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. പക്ഷേ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും നിൽക്കണമെന്നില്ല. വിത്തിൻ ദി കപ്പാസിറ്റി അത് ഫിക്സ്ഡ് ആയിരിക്കും, ചേഞ്ച് ചെയ്യത്തില്ല. അപ്പോൾ ആ രീതിയിലൊരു കോസ്റ്റാണ് സെറ്റിംഗ് അപ്പ് കോസ്റ്റ്. അതായത് നമുക്ക് സെറ്റിംഗ് അപ്പ് കോസ്റ്റ് 1000 രൂപയാണ്. അതായത് ഒരു ബാച്ച് നമ്മൾ 500 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. 500 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലും സെറ്റിംഗ് അപ്പ് കോസ്റ്റ് എത്ര തന്നെ വരുള്ളൂ, 1000 റുപ്പീസ് തന്നെ വരും. സെറ്റിംഗ് അപ്പ് കോസ്റ്റ് വിൽ ബി 1000 റുപ്പീസ്. പിന്നീട് സപ്പോസ് നമ്മൾ 800 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചോ. 800 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലും സെറ്റിംഗ് അപ്പ് കോസ്റ്റ് 1000 തന്നെയാണ്. അപ്പോൾ ഏതാണ് നല്ലത്? 500 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ 1000 രൂപ മുടക്കേണ്ടി വരുന്നത്, 800 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലും നമ്മൾ 1000 രൂപ മുടക്കേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ഏതാണ് ഫീസിബിളായിട്ട് തോന്നുന്നത്? 800 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാമെന്നല്ലേ തോന്നുന്നത്. കാരണം 800 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമ്മൾ സെറ്റിംഗ് അപ്പ് കോസ്റ്റ് എത്ര പേ ചെയ്താൽ മതി? 1000 പേ ചെയ്താൽ മതി. അവിടെ നോക്കിക്കേ പെർ യൂണിറ്റ് കോസ്റ്റ് എത്ര ആവുമെന്ന്. 1000 രൂപ
വെച്ച് 500 യൂണിറ്റ് ആണെങ്കിൽ ഒരു യൂണിറ്റ് 2 രൂപയാവുന്നുണ്ട്. ഒരു യൂണിറ്റിന് ഇൻകർ ചെയ്യുന്ന സെറ്റിംഗ് അപ്പ് കോസ്റ്റ് 2 രൂപയാവുന്നുണ്ട്. പക്ഷേ നമ്മൾ 1000 രൂപ വെച്ച് 800 യൂണിറ്റ്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ സെറ്റിംഗ് അപ്പ് കോസ്റ്റ് കുറയുന്നില്ലേ, 1.25. അപ്പോൾ ഏതാണ് നമുക്ക് ഫീസിബിളായിട്ട് തോന്നുന്നത്? കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കുറയ്ക്കുക. കോസ്റ്റ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഏത് യൂണിറ്റ്സിലോട്ട് പോകുന്നതാണ് നല്ലത്? 800 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ വെറുതെ ഇത് ഓക്കെ ആണെന്ന് പറഞ്ഞാൽ 800 യൂണിറ്റ്സ് അങ്ങ് ചാടിക്കറി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അവിടെയും പ്രശ്നങ്ങളുണ്ട്. ഡിമാൻഡ് വേണമെന്നില്ലല്ലോ. അപ്പോൾ 800 യൂണിറ്റ്സിനുള്ള ഡിമാൻഡ് നമുക്ക് കാണണമെന്നില്ല, അല്ലെങ്കിൽ 800 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെറ്റീരിയൽ നമ്മളെ കാണണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? സെറ്റിംഗ് അപ്പ് കോസ്റ്റ്, നമ്പർ ഓഫ് യൂണിറ്റ്സ് കൂടുന്നതനുസരിച്ച് സെറ്റിംഗ് അപ്പ് കോസ്റ്റ് കുറയും. ഇനി അടുത്ത ക്യാരിയിങ് കോസ്റ്റ് നോക്കാം. ഒരു കോസ്റ്റും കൂട്ടുണ്ട്, ഡിവൈഡ് ബൈ സി എന്നല്ലേ. സി സ്റ്റാൻഡ്സ് ഫോർ ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ഇയർ. എന്താണ് ഈ ക്യാരിയിങ് കോസ്റ്റ്? ഇത് നിങ്ങൾ ഈ യോക്യൂലും പഠിച്ചിട്ടുള്ളതാണ്. ആ സെയിം കോൺസെപ്റ്റ് തന്നെ ഇവിടെയും. ദ സി ഈസ് അതർവൈസ് നോൺ ആസ്, അതായത് ക്യാരിയിങ് കോസ്റ്റ് ഇസ് അതർവൈസ് നോൺ ആസ് കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് ദി സ്റ്റോക്ക്. ഇറ്റ് ഇൻക്ലൂഡ്സ്, ഈ ക്യാരിയിങ് കോസ്റ്റിനകത്ത് സാധാരണ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോസ്റ്റുകൾ ഇൻട്രസ്റ്റ് ഓൺ മണി ലോക്ക്ഡ് അപ്പ് ഇൻ സ്റ്റോക്ക്. അതായത് നമ്മൾ ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിനകത്ത് ഒത്തിരിയും കോസ്റ്റുകളുണ്ട്. മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഇതെല്ലാം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും രൂപ അതിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നീട് ഇതിന് കൊടുക്കേണ്ട സ്റ്റോറേജ് സ്പേസിൻ്റെ റെൻ്റ് ഉണ്ട്. പിന്നീട് ഇതിനകത്ത് കുറച്ച് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻവെൻട്രി ഒബ്സൊലേറ്റ് ആയി പോകും, ഔട്ട്ഡേറ്റഡ് ആയി പോകും. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരിയും കോസ്റ്റുകൾ ഇതിനകത്തുണ്ട് ഈ ക്യാരിയിങ് കോസ്റ്റിനകത്ത്. സോ ദിസ് കോസ്റ്റ് ഇസ് വേരിയബിൾ ഇൻ നേച്ചർ. അപ്പോൾ സെറ്റിംഗ് അപ്പ് കോസ്റ്റ് പോലല്ല ഏത് കോസ്റ്റ്? ക്യാരിയിങ് കോസ്റ്റ് ഇസ് വേരിയബിൾ ഇൻ നേച്ചർ. അതായത് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ക്യാരിയിങ് കോസ്റ്റും മാറും. അതായത് നമ്മൾ 500 യൂണിറ്റ്സാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചാൽ 500 യൂണിറ്റ്സിന് വേണ്ടുന്ന മെറ്റീരിയൽ പോരെ, 500 യൂണിറ്റ്സിന് വേണ്ടുന്ന ലേബർ കോസ്റ്റ് മതിയാവും. പക്ഷേ ഈ 800 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോയാൽ എന്ത് സംഭവിക്കും? 500 യൂണിറ്റ്സിന് വേണ്ടുന്ന മെറ്റീരിയൽ കോസ്റ്റിനെക്കാട്ടി കൂടുതൽ മെറ്റീരിയൽ കോസ്റ്റ് വേണ്ടി വരും 800 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി കൂടും, അതായത് ക്യാരിയിങ് കോസ്റ്റ് കൂടും. അത് നമ്പർ ഓഫ് യൂണിറ്റ്സ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ക്യാരിയിങ് കോസ്റ്റ് കൂടും. പക്ഷേ സെറ്റിംഗ് അപ്പ് കോസ്റ്റ് എങ്ങനെയാണ്? യൂണിറ്റ്സ് കൂടുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് പോകുന്നത്. ഏതൊക്കെയാണ്? സെറ്റിംഗ് അപ്പ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സെറ്റിംഗ് അപ്പ് കോസ്റ്റ് കുറയ്ക്കാൻ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഏത് കോസ്റ്റ് കൂടും? ക്യാരിയിങ് കോസ്റ്റ് കൂടും. അപ്പോൾ ക്യാരിയിങ് കോസ്റ്റ് കുറയ്ക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും നമ്മുടെ സെറ്റിംഗ് അപ്പ് കോസ്റ്റ് കൂടും. അപ്പോൾ ഇങ്ങനൊരു പ്രോബ്ലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുവാണ്. അപ്പോൾ നമുക്ക് ഡെലൈമയിലായി എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോഴാണ് നമ്മൾ ഏത് അപ്ലൈ ചെയ്യേണ്ടത്? EBQ. ഇപ്പോൾ EBQ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ സെറ്റിംഗ് അപ്പ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും ഏതോ ഒരു പോയിന്റിൽ വരുമ്പോൾ മിനിമത്തിലെത്തും, ഏറ്റവും മിനിമത്തിൽ. അതിൽ കുറയ്ക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഏറ്റവും മിനിമത്തിൽ എത്തുന്ന ആ പോയിന്റിനെയാണ് ഏത് EBQ എന്ന് പറയുന്നത്. അതായത് സെറ്റിംഗ് അപ്പ് കോസ്റ്റും ഈ ക്യാരിയിങ് കോസ്റ്റും ഒരു പോയിന്റിലെത്തുമ്പം ഏറ്റവും മിനിമത്തിലെത്തും. ആ മിനിമത്തിലെത്തുന്ന ഏത് യൂണിറ്റ്സിലാണോ അത്രയും യൂണിറ്റ്സാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് നമ്മുടെ കോസ്റ്റിനെ കുറച്ച് നിർത്താൻ സാധിക്കും. അതാണ് EBQ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സാമിന് ചോദിക്കും വാട്ട് ഡു യു മീൻ ബൈ EBQ എന്നും ചോദിക്കാം, ഇതിൽ നിന്നുള്ള പ്രോബ്ലവും ചോദിക്കും. അപ്പോൾ പ്രോബ്ലം ഞാൻ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് EBQ എന്താണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. എന്താണ് EBQ, എന്താണ് EBQയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും. പിന്നെ ചിലപ്പോൾ നിങ്ങളോട് ഡിഫറൻസ് ബിറ്റ്വീൻ ജോബ് കോസ്റ്റിംഗ് ആൻഡ് ബാച്ച് കോസ്റ്റിങ്ങും ചോദിക്കാം. അപ്പോൾ അത് നോക്കിക്കോണം. ബാച്ച് കോസ്റ്റിങ്ങിൽ നമ്മൾ ഡിമാൻഡിനനുസരിച്ചാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. എന്നാൽ ജോബ് കോസ്റ്റിങ്ങിൽ ഓർഡർ കിട്ടിയതിന് ശേഷം മാത്രമേ പ്രൊഡക്ഷൻ നടത്തൂ. പിന്നീട് ജോബ് കോസ്റ്റിങ്ങിൽ ഒരു ജോബിനെയാണ് ഒരു കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വേറസ് ഇൻ ബാച്ച് കോസ്റ്റിംഗ് ഈച്ച് ബാച്ച് ഇസ് കൺസിഡേർഡ് ആസ് ദി കോസ്റ്റ് യൂണിറ്റ്. പിന്നീടൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ജോബ് കോസ്റ്റിങ്ങിൽ ഇങ്ങനെ എക്കണോമിക് നമ്പർ ഒന്നുമില്ല. പക്ഷേ ബാച്ച് കോസ്റ്റിംഗിൽ EBQ ഉണ്ടല്ലോ, എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി നമ്മൾ ഡിറ്റർമിൻ ചെയ്താണ് ചെയ്യാറുള്ളത്. പിന്നീട് ജോബ് കോസ്റ്റിങ്ങിൽ ഓരോ ജോബും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ബാച്ച് കോസ്റ്റിങ്ങിൽ എങ്ങനെയാണോ? അല്ലല്ലോ, നമ്മൾ വി ആർ പ്രൊഡ്യൂസിങ് എ ബാച്ച് ഓഫ് സിമിലർ പ്രോഡക്ട്സ്. പിന്നീട് ഇതൊക്കെയാണ് ജോബ് കോസ്റ്റിങ്ങും ബാച്ച് കോസ്റ്റിങ്ങും നമ്മൾ ഡിഫറൻസ്. അപ്പോൾ ആ ഡിഫറൻസും കൂടെ ഒന്ന് പഠിച്ച് വെച്ചേക്കുക. ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ ബാച്ച് കോസ്റ്റിങ്ങിൻ്റെ ഒരു പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.